തരിടമേ ഞാനോ കുറയേ. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം അധ്യായം 8. അക്കാലത്ത് യേശുവിന്റെ അമ്മയും സഹോദരരും അവനെ കാണാൻ വന്നു. എന്നാൽ ജനക്കൂട്ടം നിമിത്തം അവന്റെ അടുത്തെത്താൻ കഴിഞ്ഞില്ല. നിന്റെ അമ്മയും സഹോദരരും നിന്നെ കാണാൻ ആഗ്രഹിച്ച് പുറത്തു നിൽക്കുന്നു എന്ന് അവർ അവനെ അറിയിച്ചു. അവൻ പറഞ്ഞു, ദൈവവചനം ശ്രവിക്കുകയും അതനുസരിച്ച് പ്രവർത്തിക്കുകയും ചെയ്യുന്നവരാണ് എൻ്റെ അമ്മയും സഹോദരനും. കർത്താവിന്റെ സുവിശേഷം. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 8-ാം അധ്യായം 18 മുതൽ 21 വരെയുള്ള തിരുവചന ഭാഗങ്ങളാണ് ഇന്നത്തെ ധ്യാന വിഷയം. കഫർനാമിലേക്ക് ക്രിസ്തുവിനെ കാണാൻ വരുന്ന അമ്മയോടും സഹോദരന്മാരോടും ക്രിസ്തുവിന്റെ മറുപടിയും പെരുമാറ്റവുമാണ് ഈ ഭാഗത്തെ പ്രതിപാദ്യ വിഷയം. ചരിത്രം പറയുന്നതനുസരിച്ച് റോമാക്കാർ ഒരു തരത്തിൽ അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ ക്രിസ്തു ജനങ്ങളോട് ചെയ്യുന്നതെല്ലാം വളരെ സൂക്ഷ്മമായി നിരീക്ഷിച്ചുകൊണ്ടിരുന്നു. കഫർനാമിൽ അവൻ റോമാക്കാരാൽ പിടിക്കപ്പെട്ടാൽ അപകടമാണെന്ന് ക്രിസ്തുവിന്റെ വീട്ടുകാർക്ക് അറിയാം. നസറേത്തിലെ പർവ്വത നിരകൾക്ക് മുകളിൽ അവൻ സുരക്ഷിതനായിരിക്കും എന്നും അവർ ചിന്തിച്ചു. അതിനെ തുടർന്നാണ് അവർ ക്രിസ്തുവിനെ സന്ദർശിച്ചത്. കുടുംബം ക്രിസ്തുവിനെ തിരികെ കൊണ്ടുപോകാൻ ആഗ്രഹിച്ചിരുന്നു. മർക്കോസ് 3:31 ഇപ്രകാരം പറയുന്നുണ്ട്: അവന്റെ അമ്മയും സഹോദരന്മാരും വന്ന് പുറത്തു നിന്നുകൊണ്ട് അവനെ വിളിക്കാൻ ആളയച്ചു. ക്രിസ്തുവിന്റെ കുടുംബം ക്രിസ്തുവിനെ തിരികെ കൊണ്ടുപോയി കുടുംബത്തിൽ മാത്രമായി അവനെ നിയന്ത്രിക്കാൻ ശ്രമിച്ചപ്പോൾ യേശു ഒരൊറ്റ വാക്കുകൊണ്ട് തന്റെ കുടുംബത്തെ ലോകം മുഴുവനിലേക്ക് വിപുലീകരിക്കുകയാണ് ചെയ്തത്. തന്റെ അമ്മയും സഹോദരരും ആരെന്ന ചോദ്യത്തിന് വചനം ശ്രവിക്കുന്നവരും എന്റെ പിതാവിന്റെ ഇഷ്ടം നിറവേറ്റുന്ന ഏവരും എന്റെ അമ്മയും സഹോദരരും ആണെന്ന് സംശയം കൂടാതെ ക്രിസ്തു പറഞ്ഞു വെച്ചു. പരിശുദ്ധ അമ്മയിൽ വിശ്വസിക്കാത്തവർ വേദപുസ്തകത്തിലെ ഈ ഭാഗം തെറ്റായി വ്യാഖ്യാനിച്ചുകൊണ്ട് മകനായ ക്രിസ്തു പോലും ആ അമ്മയെ തള്ളിപ്പറഞ്ഞു എന്നും അവന്റെ അമ്മയും സഹോദരന്മാരും എന്ന് വചനത്തിലുള്ളത് കൊണ്ട് മറിയത്തിന് വേറെയും മക്കളുണ്ട് എന്നും തെറ്റായി വ്യാഖ്യാനിച്ചുകൊണ്ട് നമ്മുടെയൊക്കെ മുന്നിലും എത്താറുണ്ട്. അവരെയൊക്കെ ക്രിസ്തുവിന്റെ കുടുംബത്തിലെ അംഗങ്ങളായ നമുക്ക് ഒഴിവാക്കാം. കാൽവരിയിലെ അവസാന ശ്വാസത്തിന് മുമ്പ് നമ്മെ ഓരോരുത്തരെയും പരിശുദ്ധ അമ്മയെ വിശ്വസിച്ച് ഏൽപ്പിച്ചിട്ടാണ് അവൻ പോയത്. അമ്മയെ അത്രയേറെ സ്നേഹിച്ച ഈശോ ദൈവത്തിന് അതിനു മുകളിലായി സ്നേഹിച്ചു. ക്രിസ്തുവിന്റെ ജീവിതം മുഴുവൻ ദൈവത്തിനു വേണ്ടി മാറ്റിവെക്കപ്പെട്ടതാണ്. അവന്റെ ശ്വാസവും ജീവിതവും ചിന്തകളുമെല്ലാം ദൈവഹിതം നിറവേറ്റുക എന്നതായിരുന്നു. അവന്റെ വചനം മുറുകെ പിടിച്ച് നമുക്കും ദൈവഹിതം നിറവേറ്റുന്നവരാകാം, അവന്റെ സഹോദരീ സഹോദരന്മാരാകാം. എന്റെ ദൈവം തന്റെ മഹത്വത്തിന്റെ സമ്പന്നതയിൽ നിന്ന് നിങ്ങൾക്ക് ആവശ്യമുള്ളതെല്ലാം നൽകട്ടെ. ദൈവാനുഗ്രഹങ്ങൾ നിറഞ്ഞ നല്ലൊരു ദിനം ആശംസിക്കുന്നു. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ.